ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ശ്രദ്ധയോടെ പിൻപറ്റണം. അതിനെ അവഗണിച്ചോ ധിക്കരിച്ചോ വേറെ ഒരു വഴിയും ജീവിത വിജയത്തിൻ്റെതായിട്ട് സ്വീകരിക്കരുത്. ആ വഴികളിലൂടെ ഒന്നും നമ്മുടെ ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ ഈ ദുനിയാവിലോ നാളെ ആഖിറത്തിലോ കഴിയില്ല എന്നതാണ്. തഖ്വയാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത്രയും പ്രാധാന്യം അതിനുള്ളതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ ഈ തഖ്വയുടെ ഉണർത്തൽ ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. മുഹറം മാസത്തിൽ ഇസ്ലാമിക സമൂഹം അനുസ്മരിക്കുന്ന പല സംഭവങ്ങളിൽ ഒന്നാണ് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്. പൊതുവെ മുസ്ലിം സമൂഹം അവരുടെ ചരിത്രപരമായ പഠനത്തിൻ്റെയും പാരായണത്തിൻ്റെയും അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും ഒക്കെ ഭാഗമായി കർബല എന്ന് പറയുന്ന സംഭവത്തെയും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അഹ്ലുൽ ബൈത്തിലെ കുറേ അധികം ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെയും കാര്യം ഓർക്കുമ്പോൾ ഷിയ വിഭാഗം പലതരത്തിലുള്ള അത്യാചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ സന്ദർഭം ഓർത്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വിഷയത്തിലുള്ള ഷിയ സുന്നി അഭിപ്രായ വ്യത്യാസമല്ല എൻ്റെ വിഷയം. എന്താണ് ഏതാണ്ട് 1300 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്രയും നീണ്ട വർഷങ്ങൾക്ക് ശേഷവും മുസ്ലിം സമൂഹം കർബല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം അവരുടെ മനസ്സിലൊരു വേദനയായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏത് വിഷയത്തിലാണ് ഇടപെട്ടത്? എന്ത് നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? അത് രാഷ്ട്രീയമായി ഏത് പശ്ചാത്തലത്തിലായിരുന്നു? ഇതൊക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതാണ്. ആ കാര്യങ്ങൾ ഇസ്ലാമിക ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടതാണ്. അതേ സംബന്ധിച്ചാണ് കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മറ്റുള്ളതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. അതിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇസ്ലാമിൻ്റെ ഭരണവ്യവസ്ഥിതിയെ ഹാക്കിമിയത്ത് എന്നല്ല പ്രയോഗിച്ചിട്ടുള്ളത്.
ഖിലാഫത്ത് എന്നാണ്. ഹാക്കിമിയത്ത് എന്ന് പറയുമ്പോൾ അതൊരു പരമാധികാര വ്യവസ്ഥയാണ്, പരമാധികാരത്തെയാണ് കുറിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യർക്ക് പരമാധികാരമില്ല. പരമാധികാരം പടച്ചവനാണ്. പടച്ചവനെ പരമാധികാരിയായി അംഗീകരിച്ച്, കാരണം അവൻ്റെതാണ് ഈ ഭൂമി. നമ്മളാരും ഇവിടെ ജനിക്കും, ഇവിടെ ജീവിക്കും, ഇത്ര വർഷം വേണ്ടി വരും, അപ്പോൾ ഇന്ന കാര്യത്തിലൊക്കെ ഏർപ്പെടണം എന്ന് വിചാരിച്ചിട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലോ ഇനി മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്കും എത്തുന്നതിന് മുന്നേ തന്നെയോ എന്തെങ്കിലും ആസൂത്രണം നടത്തുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മളിവിടെ ശൂന്യഹസ്തരായിട്ട് ഒഴിഞ്ഞ കയ്യുമായിട്ട് വന്നതാണ്. ഒന്നും നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല. നമ്മളിവിടെ പെറ്റു വീട് നോക്കുമ്പോൾ നമുക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്നു. നമ്മൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴും അപ്പോൾ ആവശ്യമുള്ള എല്ലാം ഇവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തി, വളരെ നിർലോഭമായി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വായു, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം, നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയിലെ മറ്റു വിഭവങ്ങൾ, ഇത് ആരുടെ ഉടമസ്ഥതയിലാണോ അവൻ്റേതാണ് ഈ ഭൂമി. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനാരാണോ അവനാണ് ഈ സംവിധാനങ്ങളൊക്കെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതൊരു എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഞാനിതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വശത്തെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യവും മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അള്ളാഹു പരമാധികാരിയായി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അവൻ്റെതാണ്. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ആരാണ് ഈ അള്ളാഹു? അവൻ്റെ നിയന്ത്രണത്തിലാണ്, അവൻ്റെ ഉടമസ്ഥതയിലാണ്, അവൻ്റെ ആധിപത്യത്തിലാണ് എല്ലാം ഉള്ളത്. വലം യകും ശരീകം ഫിൽ മുൽക്ക്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ആധിപത്യത്തിൽ അവനൊരു പങ്കുകാരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ഭൂമിയിൽ ഇതിൻ്റെ യഥാർത്ഥ യജമാനനും ഇതിൻ്റെ ഉടമസ്ഥനും അള്ളാഹു ആയതുകൊണ്ട് പരമാധികാരം അവന് മാത്രമാണ്. അതിനുശേഷം പിന്നീടുള്ളത് ഖിലാഫത്താണ്. ഖിലാഫത്തുർ റാഷിദ എന്നാണ് ഇസ്ലാമിക സമൂഹം ഈ 4 മഹാന്മാരായ ഖലീഫമാരുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരമാധികാരം, ജനങ്ങളുടെ പ്രാതിനിധ്യം. അള്ളാഹുവിൻ്റെ പരമാധികാരം മാത്രമേ ഉള്ളുവെങ്കിൽ ആ പരമാധികാരം ഉപയോഗപ്പെടുത്തി പുരോഹിതന്മാരാണ് കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ കൊടിയ ചൂഷണം നടക്കും. ക്രൈസ്തവ യൂറോപ്പിൽ സംഭവിച്ചതുപോലെയുള്ള ചൂഷണം. അതുകൊണ്ട് ഇസ്ലാം അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൻ്റെ പങ്ക് പറ്റി വളരാൻ ഒരു മനുഷ്യനെയും അനുവദിച്ചിട്ടില്ല. സാധാരണക്കാരെ അനുവദിച്ചിട്ടില്ല, പുരോഹിതന്മാരെ അനുവദിച്ചിട്ടില്ല, ഭരണകർത്താക്കളെയും അനുവദിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും സമന്മാരാണ്. അവിടെ വിവരമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, അല്ലെങ്കിൽ ഇന്ന അർത്ഥത്തിൽ ജനത പൊതുവെ തെരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. അങ്ങനെ എന്തെങ്കിലും മാനദണ്ഡം വെച്ച് മനുഷ്യർക്കിടയിൽ ഒരു ഏറ്റവ്യത്യാസവുമില്ല. ഏതിൻ്റെ കാര്യത്തിൽ? അള്ളാഹുവിനെ പരമാധികാരിയായി അംഗീകരിച്ച് നിലകൊള്ളുന്നതിൻ്റെ വിഷയത്തിൽ മനുഷ്യർക്കിടയിൽ ഒരു വിഭജനവുമില്ല. എല്ലാവരും സമന്മാരാണ്. ആ സമന്മാരായ സത്യവിശ്വാസികളായ എല്ലാവരും ഒരുപോലെ സമന്മാരാണ്. ആ സമന്മാരായ ആ ആളുകൾക്ക് അള്ളാഹു ഒരു അധികാരം നൽകിയിരിക്കുന്നു. അതാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ ഈ ഖിലാഫത്തുർ റാഷിദ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഈ 4 ഖലീഫമാരുടെ ശേഷം മുആവിയ സഹാബിയാണ്. അദ്ദേഹമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ശേഷമുള്ള ഭരണാധികാരി. പക്ഷേ മുആവിയയുടെ കാലത്ത് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ പല ഘടകങ്ങളും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന്
വഴിമാറി സഞ്ചരിക്കാൻ ഇടവന്നുകൊണ്ടിരുന്നു എന്ന വിലയിരുത്തലുള്ളത് കൊണ്ട് മുആവിയ സ്വഹാബിയാണെങ്കിലും മുആവിയയെ ഖിലാഫത്തുർ റാഷിദ എന്ന് പറയുന്ന ലിസ്റ്റിൽ എണ്ണിയിട്ടില്ല. 4 ആളെയാണ് നമ്മൾ ഖിലാഫത്തുർ റാഷിദയിൽ എണ്ണിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ 4 ഖലീഫമാർ. ഈ മുആവിയയുടെ കാലത്തോടുകൂടി ഇസ്ലാമിക ചരിത്രത്തിന്റെ, അതിനുശേഷം പിന്നീട് മുആവിയയുടെ മകൻ യസീദ്, പിന്നീട് ഉമവി രാജവംശത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഖിലാഫത്തും മുലൂക്കിയത്തും തമ്മിലുള്ള, അഥവാ ഇസ്ലാമിലെ ജനപ്രാതിനിധ്യ വ്യവസ്ഥയും രാജകുടുംബവാഴ്ചയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിനെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ സവിശേഷത, ഇസ്ലാമിക ഖിലാഫത്ത് നിയമപരമായി ജനങ്ങൾ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഖലീഫ ഉണ്ടാകുന്നത്. ജനങ്ങളുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഖലീഫ വരുന്നത്. അല്ലാതെ ഒരാൾ കോട്ടും സൂട്ടും ഇട്ട് വന്നിട്ട് ഞാൻ ഖലീഫയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ബയ്യത്ത് ചെയ്യണം എന്ന് പറയലല്ല. പിന്നെയോ ജനങ്ങളെല്ലാവരും ഒരാൾക്ക് ബയ്യത്ത് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം ഖലീഫയാവുകയാണ്. അപ്പൊ ഖലീഫയായതുകൊണ്ട് ബയ്യത്ത് ലഭിക്കലല്ല, ബയ്യത്ത് ലഭിച്ചതുകൊണ്ട് ഖലീഫയാവലാണ്. ബയ്യത്ത് എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുടെയും കയ്യിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അധികാരമാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. സൂറത്തുൻ നൂറിൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓഫർ നൽകിയിരിക്കുകയാണ്. ആർക്ക്? നമ്മളിലെ ഏതെങ്കിലും വംശക്കാർക്കല്ല, നമ്മളിലെ ഏതെങ്കിലും കുടുംബക്കാർക്കല്ല, നമ്മളിലെ ഏതെങ്കിലും തറവാട്ടുകാർക്കല്ല, നമ്മളിലെ ഏതെങ്കിലും പണക്കാർക്കല്ല, നമ്മളിലെ ഈ പറഞ്ഞ ഒരു വ്യത്യാസവുമില്ലാതെ മുഴുവൻ വിശ്വാസി സമൂഹത്തിനും, ഉയർന്നവനോ താഴ്ന്നവനോ വെളുത്തവനോ കറുത്തവനോ സമ്പന്നനോ ദരിദ്രനോ സ്ത്രീയോ പുരുഷനോ എന്നൊന്നുമുള്ള ഒരു വ്യത്യാസവും കൂടാതെ വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് ആരൊക്കെയാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്തത്. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് എന്ന് പറയുന്നതിൽ ഈ 2 കാര്യമുണ്ട്: വിശ്വാസം, അതുപോലെ തന്നെ അമലുസ് സാലിഹാത്ത്, സൽക്കർമ്മം. അപ്പൊ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഫർ, ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അവൻ നിങ്ങളെ ഭൂമിയിൽ ഖലീഫമാരാക്കും. ആ ഖിലാഫത്താണ്. നമ്മളെ ഭൂമിയിലേക്ക് ഒന്നാമതായിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുമ്പോൾ മലക്കുകളോട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന്. അപ്പോ ആ ആദമിന്റെ ആ ഖിലാഫത്ത് വിശ്വാസികളായ ആളുകൾക്ക് പിന്നീട് തുടർന്ന് അല്ലാഹു നൽകുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ കയ്യിലുള്ള ഒരു ആയുധമാണ്. മനസ്സിലാക്കണം. ഖിലാഫത്ത് എന്ന് പറയുന്നത് മുസ്ലിം സാമാന്യ ജനത്തിന്റെ കയ്യിൽ അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു അമാനത്താണ്. ഇത് നമ്മളുടെ കൂട്ടത്തിലെ, ഇത് വിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും യോഗ്യനായ ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ആ പരിപാടിക്കാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ബൈഅത്ത് ലഭിക്കുന്ന ആളാണ് ഖലീഫയായി മാറുക. ഖലീഫയായി വന്നിട്ട് ബൈഅത്ത് വാങ്ങലല്ല, ബൈഅത്ത് ലഭിച്ച ശേഷം ഖലീഫയാവലാണ്. അധികാരം പ്രയോഗിച്ചുകൊണ്ട് ബൈഅത്ത് വാങ്ങലല്ല, ബൈഅത്ത് ലഭിച്ചതിന് ശേഷം അധികാരത്തിലെത്തലാണ്. ഇതാണ് രാജകുടുംബത്തിന്റെ രാജവാഴ്ചയും ഇസ്ലാമിക ഖിലാഫത്തും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. അതായത് ഇസ്ലാമിക ഖിലാഫത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ജനത ഒന്നടങ്കം സർവാത്മന അവരുടെ ഖലീഫയായി സ്വീകരിച്ചു. ശേഷം പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ഖലീഫയായി സ്വീകരിച്ചു. അതല്ലാതെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവോ, അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോ, അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോ തള്ളാനും കൊള്ളാനും നിർവാഹമില്ലാത്ത വിധം വേറെ എവിടെന്നോ ജനങ്ങളുടെ മേലെ അധികാരം പ്രയോഗിച്ച് വന്നിറങ്ങിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനകീയ ജനാധിപത്യം എന്ന് പറയുന്നത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പാണ്. എല്ലാവരുടെയും കയ്യിലാണ് ആ പ്രാതിനിധ്യം. ആ പ്രാതിനിധ്യം നമ്മളിൽ മെച്ചപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുകയാണ്. ആധിപത്യം നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചനാഥനാണ്. കാരണം സൃഷ്ടിച്ചത് അവനാണ്, സംവിധാനിച്ചത് അവനാണ്, അന്നം നൽകുന്നത് അവനാണ്, മുഴുവൻ ചരാചരങ്ങളും അവന്റെ ഉടമസ്ഥതയിലാണ്.
മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാരാണോ, അവനെ സംരക്ഷിക്കുന്നവനാരാണോ, അവന് അന്നവും വെള്ളവും നൽകുന്നവനാരാണോ, അതിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഓരോ ഘട്ടവും ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ മാത്രമാണ് അധിപൻ. അവനെ, ആ റബ്ബിനെ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായി അംഗീകരിച്ച് അവന്റെ അടിയാറുകൾക്ക് മുഴുവൻ പിന്നീടുള്ളത് പ്രാതിനിധ്യമാണ്. ഈ പ്രാതിനിധ്യം വിശ്വാസി സമൂഹത്തിലാണ് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും കൂടി നമ്മളിലെ ഏറ്റവും യോഗ്യനായ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഖലീഫയാകും. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അത് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഈ ഒരു വശം അതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എന്നതാണ്. മറ്റു വിശദാംശങ്ങളെല്ലാം നമുക്ക് വിടാം. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ ആവണം ഖലീഫ അധികാരത്തിൽ വരുന്നത്. ഇതാണ് ഇസ്ലാമിലെ ഖിലാഫത്തുർ റാഷിദയുടെ പൊതുലക്ഷണങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ഖിലാഫത്ത്, ഒരു ഖലീഫ വന്നു കഴിഞ്ഞാൽ ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്നത് കൂടിയാലോചനയിലൂടെയാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ ഖലീഫ രാജ്യം ഭരിക്കേണ്ടതും കൂടിയാലോചനയിലൂടെയാണ്. ജനങ്ങളുടെ നാവിനും ജനങ്ങളുടെ മസ്തിഷ്കത്തിനും എന്തോ കടിഞ്ഞാണിട്ടുകൊണ്ട് സംഗതികളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിൽ ആരോ ഒരാൾക്ക് ഈ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ഒരു വകുപ്പും ഇസ്ലാം നൽകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ സവിശേഷത, ഇസ്ലാമിക ഖിലാഫത്ത് ഷൂറ സ്വഭാവത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. കൂടിയാലോചനയായിരിക്കും അതിൻ്റെ മുഖമുദ്ര. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. കൂടിയാലോചനാ സമിതി സഹാബികളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷൂറ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതും എന്തൊക്കെ വിഷയങ്ങളിൽ അവർ ഷൂറ നടത്തിയിരുന്നു എന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഷൂറ സംവിധാനം കാര്യക്ഷമവും വ്യവസ്ഥാപിതവുമായിട്ടുണ്ടാവും എന്നാണ്. സമൂഹം, വിശ്വാസി സമൂഹം, അവരിൽ നിന്ന് ഏറ്റവും ഭക്തിയുള്ള, ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വസ്തരും സത്യസന്ധരുമായ സൽഗുണസമ്പന്നരായ ആളുകളിൽ മുൻനിരയിൽ നിൽക്കുന്നവരെയാണ് ഇത്തരം ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത്. അവരെല്ലാവരും കൂടി ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം അള്ളാഹുവിന് നിരക്കാത്തതോ പ്രവാചകന് നിരക്കാത്തതോ ആവാൻ ഒരു സാധ്യതയുമില്ല. എന്ന് മാത്രമല്ല, ആ ഷൂറ സമിതിക്ക് സ്വതന്ത്രമായി കൂടിയാലോചിക്കാൻ അധികാരമില്ല. സ്വതന്ത്രമായ തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമാണ്. സ്വതന്ത്രമായ തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നത് സൂര്യന്റെ റൂട്ട് നിശ്ചയിക്കുന്നതിലോ ചന്ദ്രന്റെ ഭ്രമണപഥം തീരുമാനിക്കുന്നതിലോ കോടാനുകോടി നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ആകാശഗംഗയുടെ മുഴുവൻ വ്യവസ്ഥാപിതത്വത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല. അതെന്തായാലും അങ്ങനെ തന്നെയാണ്. നമ്മളാരും തർക്കിക്കാൻ പോകില്ല. സ്വതന്ത്ര തീരുമാനാധികാരം അള്ളാഹുവിനെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സ്വതന്ത്രാധികാരം അള്ളാഹുവിനെ ഉള്ളൂ എന്ന നിലക്കാണ്. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നതോ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂടിയാലോചനകളാണ്. അതിന് ഇജ്തിഹാദ് എന്നാണ് പറയുക. ഖുർആനിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ വിശ്വാസി സമൂഹത്തിന് അനുവാദമില്ല. ഇനി ഖുർആനിലില്ല, പകരം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചക വചനം നമ്മൾ പിൻപറ്റിയേ പറ്റൂ. ഇങ്ങനെ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി കാണാത്ത ഒരു കാര്യത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പൊതു തത്വങ്ങളുടെ വെളിച്ചത്തിൽ ഇജ്തിഹാദ് നടത്തി നമുക്ക് നിയമനിർമ്മാണം നടത്താം. ആ നിയമനിർമ്മാണം സ്വതന്ത്ര നിയമനിർമ്മാണമല്ല, അത് സ്വാഭാവികമായ നിയമനിർമ്മാണമാണ്. ഖുർആനും സുന്നത്തും എന്ന രണ്ട് അടിസ്ഥാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ്. അപ്പോൾ മനുഷ്യരുടെ മേലെ സ്വതന്ത്രമായി നിയമം നിർമ്മിക്കുമ്പോൾ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അമേരിക്കയിൽ 1930കളിൽ ആ ജനത എല്ലാവരും കൂടി പാസ്സാക്കിയിട്ട് മദ്യം നിരോധിച്ചു. അവിടെ മദ്യം ശരീരത്തിന്, കുടുംബത്തിന് ഹാനികരമാണ്, ശരീരത്തിന് ഹാനികരമാണ്, മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഹാനികരമാണ്, സയന്റിഫിക്കലി പ്രൂവഡ്, ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. അതിലൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. അപ്പോൾ അവരെല്ലാവരും റഫറൻഡം നടത്തി ജനഹിതം പരിഗണിച്ച് മദ്യം നിഷിദ്ധമാക്കി. മദ്യം നിഷിദ്ധമാക്കിയതിന് ശേഷം എന്ത് സംഭവിച്ചു? വ്യാജമദ്യത്തിന്റെ അതിശക്തമായ പ്രളയം
അപ്പം മദ്യത്തെക്കാളും വലിയ ദുരിതത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന്. കാരണം ഇവർക്കൊക്കെ അറിയാം മദ്യം ശരീരത്തിന് ദോഷമാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമല്ല, അവർ സംസ്കരണം സിദ്ധിച്ചില്ല. മദ്യത്തിൻ്റെ ആ അഡിക്ഷൻ, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു വിശ്വാസ സംഹിതയോ ഒരു ധർമ്മനിഷ്ഠമായ ഒരു മോറൽ കോഡോ അവരുടെ മുമ്പിലില്ല. അവർ യുക്തിപരമായിട്ട് ആലോചിച്ചു, മദ്യം മോശമാണ്, മദ്യം നിരോധിച്ചു. കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വലിയ പ്രതിസന്ധിയിൽ രാജ്യം ചെന്നുപെട്ടു. അവരെല്ലാവരും കൂടി പാസ്സാക്കിയിട്ട് മദ്യനിരോധനം എടുത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി സ്വതന്ത്രമായി നിയമം നിർമ്മിച്ചാൽ ഒരു കാലത്തും മനുഷ്യന്റെ ഈ ദേഹേച്ഛയുടെ പിടുത്തത്തിൽ നിന്ന് ഈ നിയമം രക്ഷപ്പെടില്ല. അപ്പൊ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളും ഇല്ലാതാവണമെങ്കിൽ നന്മ തിന്മകൾ തീരുമാനിക്കാനുള്ള അധികാരം മനുഷ്യനിൽ നിന്ന് അവന്റെ യജമാനിലേക്ക് കൈമാറണം. ഇത് പാശ്ചാത്യന്മാർ ഇനിയും പഠിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് സ്വതന്ത്ര നിയമനിർമ്മാണാധികാരം ഇസ്ലാമിലില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഖിലാഫത്തുർ റാഷിദയുടെ രണ്ടാമത്തെ സവിശേഷത, അത് കൂടിയാലോചനാ സ്വഭാവത്തിലുള്ളതായിരിക്കും. കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കും, ഏകപക്ഷീയമായ ഓർഡറുകളായിരിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഖിലാഫത്തുർ റാഷിദയുടെ മുഖമുദ്രയായ കാര്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകും. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ഖലീഫയെ വരെ, ഏറ്റവും ഉജ്ജ്വലനായ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്ത, സ്ത്രീകൾ ചോദ്യം ചെയ്ത, പുരുഷന്മാർ ചോദ്യം ചെയ്ത സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. അവർ തത്വങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഭരണാധികാരിയെ വിലയിരുത്തുന്നു. അവരേൽപ്പിച്ച ഖിലാഫത്ത് യഥാവിധി തന്നെയാണോ ഇദ്ദേഹം നടത്തുന്നത് എന്ന് അവർ പരിശോധിക്കുന്നു. അവരൊക്കെ അധികാരമുള്ളവരാണ്. അവരേൽപ്പിച്ച ഖിലാഫത്ത് തിരിച്ചെടുക്കാനും അവർക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിമർശിക്കാനും വിയോജിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഈ ഭരണാധികാരികൾ പടച്ചവന്റെ മുമ്പിലും പടപ്പുകളുടെ മുമ്പിലും മറുപടി പറയേണ്ടവനാണ് എന്ന ഒരു തത്വമാണ്. പടച്ചവന്റെ മുമ്പിൽ എന്നത് പിന്നെ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. പടപ്പുകളുടെ മുമ്പിലും ഖലീഫ മറുപടി പറയണം. ഒരു ദിവസം ഖലീഫ ഉമറുൽ ഫാറൂഖ് എഴുന്നേറ്റ് നിന്ന് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭരണാധികാരി എന്ന നിലക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, ലാ സമഅ വലാ താഅ, ഞങ്ങൾ കേൾക്കൂല, അനുസരിക്കൂല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഗവൺമെന്റ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വഴി വിതരണം ചെയ്ത ശീലയുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്ത ശീല. അയാൾ പറയാണ്, ഇവിടുത്തെ ഇസ്ലാമിക ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വഴി കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്ത ആ ശീലയുണ്ടല്ലോ, അതുകൊണ്ട് ഒരാൾക്ക് കുപ്പായ അടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയത് ഒരു പകുതി വലുപ്പമുള്ളൊരു പീസാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു നീളമുള്ള കുപ്പായം, ഇത്രയും വലിയൊരു മനുഷ്യനൊരു നീളമുള്ള കുപ്പായ അടിക്കാൻ ശീല കിട്ടിയത്? ഖലീഫയോടാണ് ചോദിക്കണത്, പൊതു സദസ്സിൽ വെച്ചാണ് ചോദ്യം. അതറിയാതെ ഞങ്ങൾ കേൾക്കൂല, അനുസരിക്കൂല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുള്ള. അപ്പോൾ സദസ്സിൽ ഉമറുൽ ഫാറൂഖിന്റെ മകൻ ഇരിക്കുന്നുണ്ട്. അബ്ദുള്ള പറ. അബ്ദുള്ള എണീറ്റിട്ട് പറഞ്ഞു, അത് എനിക്ക് കിട്ടിയതും കൂടി ഞാൻ വാപ്പാക്ക് കൊടുത്തതാണ്, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് വാപ്പ കുപ്പായ അടിച്ചത്, എങ്കിലും ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരാണ്. അപ്പോൾ ഭരണാധികാരി ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടവനാണ്, നാളെ റബ്ബിന്റെ മുമ്പിലും മറുപടി പറയേണ്ടതാണ്. യൂഫ്രട്ടീസിന്റെ തീരത്തൊരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം വന്നാൽ നാളെ ഞാൻ റബ്ബിന്റെ മുമ്പിൽ അതിന്റെ പേരിൽ മറുപടി പറയേണ്ടി വരും എന്ന ഒരു പ്രസ്താവന പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെതായിട്ട്. ഈ ഒരു വിചാരം അവരെ മതിച്ച്, ഈ ഒരു വിചാരം അവരെ നിയന്ത്രിച്ച്, അവർ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രയാസപ്പെടുന്ന പ്രജകളുണ്ടോ, പൗരന്മാരുണ്ടോ എന്ന് പരിശോധിച്ച് നടന്നതിൻ്റെ കഥ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാലാമത്തെ സവിശേഷത, പടച്ചവന്റെ മുമ്പിലും പടപ്പുകളുടെ മുമ്പിലും ഖലീഫ മറുപടി പറയേണ്ടവനാണ് എന്ന തത്വമാണ്. അഞ്ചാമത്തത്, ഇസ്ലാമിക ഗവൺമെന്റിന് അഥവാ ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് അതിൻ്റെ ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെ ധനകാര്യം, മൊത്തം ധനകാര്യം, അത്
ഒരു അമാനത്ത് എന്ന നിലക്ക്. രാജകുടുംബത്തിലേക്ക് മാറിയപ്പോൾ അത് അവരുടെ ആഡംബരത്തിനും അവരുടെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫണ്ടാണ്. ഇസ്ലാമിക ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് അത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അമാനത്താണ്. അപ്പോൾ ബൈത്തുൽ മാൽ എന്ന് പറയുന്നത് ഒരു അമാനത്ത് എന്ന നിലക്ക് കാണുന്നു ഇസ്ലാമിക ഖിലാഫത്തുർ റാഷിദയിൽ എന്നതാണ്. ആറാമത്തെ കാര്യം, ഈ ഭരണകൂടം എങ്ങനെയോ ഒരു വികാരത്തിൽ അങ്ങ് കൂട്ടിയുണ്ടാക്കിയതല്ല. അഥവാ ഇസ്ലാമിക ഖിലാഫത്ത് നിയമപരമായ അതിൻ്റെ വഴികളിലൂടെ രൂപപ്പെട്ടു വരുന്നതാകുന്നു എന്നുള്ളതാണ്. നിയമവിധേയമായ ഒരു ഭരണകൂടമാണ്. ഭരണകൂടം രൂപപ്പെടുന്നതിന് അടിസ്ഥാനങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ അടിസ്ഥാനങ്ങൾ വളരെ കൃത്യമായ, നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു സൂക്തം മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഈ കൈകാര്യകർത്താക്കൾക്കുള്ള അനുസരണം അള്ളാഹുവിനും റസൂലിനും ഉള്ള അനുസരണം പോലെയല്ല. അത് അവിടെ തന്നെ അള്ളാഹ് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. അപ്പോ നിയമത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗനിർദ്ദേശങ്ങളാണ്. അതനുസരിച്ച് ഒരു ഗവൺമെന്റ് രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയെന്നതിന്റെ ചട്ടങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ലഭ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം സഹാബത്ത് കൂടിയാലോചനയിലൂടെ ഇസ്ലാമിക ഖിലാഫത്തുർ റാഷിദയുടെ അസ്ഥിവാരം പണിതുയർത്തിയിട്ടുള്ളത് ഈ തത്വങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് ഒരു 4 ആൾ കൂടിയാൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാം എന്ന മട്ടിൽ ആർക്കും എവിടെയും ഉണ്ടാക്കാവുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ തത്വങ്ങളും വ്യവസ്ഥകളും ഉണ്ട് എന്നർത്ഥം. ഏഴാമത്തെ കാര്യം, ഇസ്ലാമിക ഗവൺമെന്റ് ഈ ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ, ഒന്ന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സംവിധാനം, രണ്ടാമത്തത് ശൂറ സംവിധാനം, മൂന്നാമത്തത് അഭിപ്രായ സ്വാതന്ത്ര്യം, നാലാമത്തത് പടച്ചവന്റെയും പടപ്പുകളുടെയും മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന ചുമതലാബോധം, അഞ്ചാമത്തത് ബൈത്തുൽ മാൽ വ്യവസ്ഥ, ആറാമത്തത് നിയമവിധേയമായി രൂപീകരിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ്, ഏഴാമത്തത് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാർ. ഇത്രയും തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖിലാഫത്തുർ റാഷിദ നിലകൊണ്ടിരുന്നത്. ഇതാണ് മുആവിയയുടെ ശേഷം മകൻ യസീദിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മക്കൾ എന്നതിലൂടെ ക്രമേണ രാജകുടുംബത്തിലേക്ക്. അപ്പൊ ഖിലാഫത്തുർ റാഷിദയുടെ ഈ അടിസ്ഥാന തത്വങ്ങളൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കുറെ അധികം ആളുകളും ഇതേ നിലപാടുകാരായി നിന്നു. അപ്പോൾ കൂഫക്കാർ അവിടെ നിന്ന്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകാം, നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം, അങ്ങനെ മുആവിയയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ നമുക്ക് അട്ടിമറിക്കാം എന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും പുറപ്പെട്ടു. കർബയിലെത്തിയപ്പോൾ യസീദിന്റെ കിങ്കരന്മാർ അവരെ തടയുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ നിർദാക്ഷിണ്യം വെട്ടിനുറുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അതാണ് കർബല. അതിൻ്റെ ഓർമ്മയാണ് ഷിയാക്കൾ ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നത് പോലെയുള്ള ഒരുപാട് അനാചാരങ്ങളിലേക്ക് വ്യതിചലിച്ചത്. വാസ്തവത്തിൽ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു നിർണായക സന്ദർഭമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഈ ശുദ്ധ രാഷ്ട്രീയമായ ഈ ഒരു വ്യതിചലനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇടപെട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം രക്തസാക്ഷിയായി. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് മതം വേറെ രാഷ്ട്രീയം വേറെ എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളോ ലോകമോ അംഗീകരിക്കാത്തത് കൊണ്ട് രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു രക്തസാക്ഷിയായിട്ട്, രാഷ്ട്രീയ വ്യതിചലനങ്ങൾക്കെതിരിൽ ആദ്യം ജീവൻ നൽകിയ രക്തസാക്ഷിയായിട്ട് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഹറത്തിൽ നമ്മൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഓർക്കുന്നു, പക്ഷേ അദ്ദേഹം ജീവൻ കൊടുത്ത ഗൗരവപ്പെട്ട മൂല്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് തീരെ തന്നെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും തത്വങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഒരു പ്രദേശത്ത് ഗുണമാണോ ഉണ്ടാക്കുക?
ഇത്രയും തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ പലരും ആരോപിക്കുന്നത് പോലെ മതരാഷ്ട്രപരമായ ഒരു വമ്പിച്ച ദുരന്തമാകുമോ ഇല്ലേ എന്നത് 4 ഖലീഫമാരുടെ ചരിത്രവും കൂടി വെച്ചുകൊണ്ട് പഠനം അറിയിക്കുന്ന ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന, എന്നിട്ട് ഇവിടെ ഭയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾക്ക് യഥാർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ബാധ്യത മുസ്ലിം ഉമ്മത്തിനുണ്ട് എന്ന് കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമികമായ ജീവിതത്തെ ഇസ്ലാമികമായി സംസ്കരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും നാഥൻ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. ശാരീരികവും സാമ്പത്തികവും മാനസികവും മറ്റുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരീ സഹോദരന്മാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.